ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനാണെങ്കിൽ ഇപ്പം എണീറ്റതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം എന്തെങ്കിലും നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന്, ഡേ ഇൻ മൈ ലൈഫ് ഡോക്യുമെന്റ് ചെയ്യാമെന്ന്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എണീറ്റതേ ഉള്ളൂ. ഇപ്പം രാവിലെ തന്നെ ഈ മുടിയെല്ലാം ഒന്ന് ജസ്റ്റ് കെട്ടി വെക്കാം. ഇങ്ങനെ കെട്ടി വെച്ച് ഇത് വൈകിട്ട് വരെ അങ്ങ് ഇരിക്കും. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് പോയി പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എനിക്കാണെങ്കിൽ രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഇപ്പം എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ട്, ഇപ്പം നമുക്കൊരു കല്യാണത്തിന് പോകണം, അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട്, കോളേജിൽ പോകണം. കോളേജിൽ പോകുന്ന വീട്, ബാക്കി എല്ലാത്തിനും ഞാനിപ്പോൾ നേരത്തെ എണീക്കും. പക്ഷെ എന്നാലും പൊതുവേ എനിക്ക് കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസത്തിൽ 12 മണിക്കൂറൊക്കെ കിടന്നുറങ്ങും. 24 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ ഞാൻ അതും ഉറങ്ങും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഉറങ്ങും. എനിക്ക് ഫുഡ് വേണമെന്നില്ല, അതെല്ലാം എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റിയാണ്. എനിക്ക് ഉറക്കം എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അപ്പം ഇന്ന് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ 10 മണിയായി. ഇതാണ് എൻ്റെ രാവിലെ. ഓക്കെ, അപ്പോൾ നമുക്ക് പല്ല് വെക്കാം. നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മിറ്റം ഒന്ന് അടിച്ചിടണം. ഇന്നലെ രാത്രിയും പോട്ടെ, ഇന്നലെ വൈകിട്ട് തൂത്തിട്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെയും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മുറ്റമൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ തൂത്തിടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇപ്പം തൂക്കുകയാണെങ്കിൽ ആ പണി ഞാൻ കഴിയുമല്ലോ. ഗൈസ്, അപ്പം നമ്മുടെ പ്ലാവയിലെ ചക്കയൊക്കെ തീർന്നായിരുന്നു. അപ്പം ഇനി 2 ചക്കയും കൂടെ കിടപ്പുള്ളൂ. അത് വലിയ ഹൈറ്റിൽ കിടക്കും. അത് വലിയ ചക്കയായിരുന്നു. അപ്പോൾ അത് പഴുത്തപ്പം നമ്മൾ ഇന്ന് വീഴും നാളെ വീഴും എന്നൊക്കെ വിചാരിച്ചിരിക്കും. അപ്പം അത് പഴുത്തിട്ടാണെങ്കിൽ അത് എന്തോ വവ്വാലൊക്കെ കൊത്തി തിന്നു. അപ്പം ആ ചക്ക അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ബെസ്റ്റ് ചക്കയോ, ഏത് ചക്ക? ചക്കയൊക്കെ തട്ടി. ദൈവമേ, ആ ചക്ക ഇതേ ബെസ്റ്റ്. അതെന്നാ പരിപാടിയാ? ചക്കയുണ്ടോ നോക്കിയതാ. ചക്കയുടെ കൂനി മാത്രമേ കിടപ്പുള്ളൂ, ബാക്കിയെല്ലാം തിന്നു. ചക്ക എന്നും രാത്രി വീഴും. ഞാൻ രാവിലെ ഏൽക്കുമ്പോൾ മുറ്റത്ത് മൊത്തം ചക്ക. ഞാൻ വാരിക്കളയും. പിന്നെ അന്ന് രാത്രി വീഴും, പിന്നെയും വാരിക്കളയും. ഇതാകുമ്പോൾ ആ ജീവി അത്ര തന്നെ വെച്ച് തിന്നോണ്ട് വാരിക്കളയണ്ട. അത് കുറച്ച് കുരുവൊക്കെ താഴെ വേണ്ടില്ല, തുപ്പിയിടുന്നതായിരിക്കും. അപ്പം അത്രയും കാര്യത്തിൽ സമാധാനമുണ്ട്. അങ്ങനെ മുറ്റമൊക്കെ തൂത്തിട്ട് നമ്മൾ കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഞം അടിക്കണം, അതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് സിമ്പിളായിട്ട് മാവ് ദോശയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് എന്നൊക്കെ സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നു അന്നെല്ലാം ഞാൻ മാവ് ദോശയാണ് ഉണ്ടാക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, എളുപ്പമാണല്ലോ, ചുമ്മാ വെള്ളം ഒഴിച്ച് കലക്കി ചുട്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ ഇനി കാപ്പി പരിപാടിയിലേക്ക് കിടക്കാം. ദോശയുടെ കറിയൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് പച്ചമുളകും ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടെ അരിയണം. എന്നിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ട്രിക്കുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കൈപ്പുണ്യമാണ് ഗൈസ്, കൈപ്പുണ്യം. ഇതുണ്ട്, പ്രോപ്പറായിട്ട് ഹാൻഡൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് ഞാൻ ഈ കൈ കൊണ്ട് ഈ മാവ് കുഴയ്ക്കുന്നത്. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് പിടിച്ചു തരാൻ കുറച്ച് പാടാണ്. ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിക്കുമ്പോൾ തീരെ അങ്ങ് ലൂസായി പോവും. അപ്പോൾ ഇതാകുമ്പോഴത്തേനും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കുഴയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടങ്ങ് കുഴയ്ക്കുന്നത്. തവി വെച്ചാൽ ശരിയാകത്തില്ല, കാരണം കൈപ്പുണ്യം കൂടെ കുറച്ച് ഇടണമല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ കാപ്പിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് ഉണ്ടാക്കിയിട്ടില്ല, അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഉച്ചക്കത്തേന് ഉള്ള കറിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാവേ. ഇതാകുമ്പോൾ ആ പരിപാടി ഒരുമിച്ചങ്ങ് കഴിയും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും സമാധാനമായിട്ട് കയറി ഒന്ന് ഇരിക്കാൻ. കിഴങ്ങ് മെഴുക്കുവരട്ടി എങ്ങനെയാണ് വെക്കുന്നതെന്ന് അതുകൂടെ ഞാൻ ഈ വീഡിയോയിലൊന്ന് കാണിച്ചു തരാം. പാട്ടൊക്കെ കേട്ട് പണി ചെയ്യുമ്പം ആ പണിയുടെ ഒരു കട്ടിയുണ്ടല്ലോ, അത് നമുക്കറിയത്തില്ല. അപ്പോൾ 2 പാട്ടൊക്കെ കേട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഒരു പാട്ടിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് കത്തിക്കയറും. അപ്പോൾ ആ ടൈമിൽ ഞാൻ ആ പാട്ടിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് ടൈമിൽ ലിറിക്സ് ഫുള്ള് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടൈം കൊണ്ട് എനിക്ക് അടുത്തൊരു ഫേവറേറ്റ് പാട്ട് ഉണ്ടാകും. അപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ കുറേ പാട്ടുകൾ, ഒരു പാട്ട് പഠിച്ച് തീർന്ന് അതിൻ്റെ ഒരു കേട്ടിട്ട് നമ്മളൊരു മടുക്കുന്നൊരു സ്റ്റേജ് എത്തുമല്ലോ, അവിടെ എത്തിക്കഴിയുമ്പം അടുത്ത പാട്ട് എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയ പാട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, പക്ഷെ അങ്ങനെ കിട്ടിയ ഒരു പാട്ടാണ് ഈ പാട്ട്.
നല്ല രസമല്ലേ കേൾക്കാൻ. കുറച്ച് പൊടി ഐറ്റംസ് ഇതിലോട്ട് ഇടാം. ഇങ്ങനെ ആദ്യം നമ്മൾ മുളക് പൊടിയാണ്, കുറച്ച് മല്ലിപ്പൊടി. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കിഴങ്ങ് മെഴുക്കുവരട്ടിക്കകത്ത് മല്ലിപ്പൊടിയൊക്കെ ഇടുന്നു, പക്ഷെ ഞാനിടും. അപ്പോൾ നമുക്കിനി അടുത്തത് കുറച്ച് മീറ്റ് മസാലയ്ക്ക് ഒരു ഇതും വരുത്തണ്ട, നമ്മളങ്ങ് ഇട്ടോണം പൊടി. പിന്നെ ഈ മഞ്ഞപ്പൊടിയുടെ ചുവ എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് വളരെ കുറച്ചേ ഇടാറുള്ളൂ. കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ്, മിക്സ് വെൽ. കറക്റ്റ് പരിവായിട്ടുണ്ട്. നമുക്കിതൊന്ന് അടുപ്പത്തോട്ട് വെക്കാവേ. നമ്മൾ അപ്പച്ചട്ടിയിലോട്ടാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം നമുക്കൊരു ലേറ്റ് റിയലൈസേഷൻ ഉണ്ടാകും. നമ്മൾ ഇത്രയും നാളും കറി വെച്ചുകൊണ്ടിരുന്ന പാത്രം കറി വെക്കേണ്ട പാത്രമല്ല, അപ്പച്ചട്ടിയിലാണ് നമ്മൾ കറി വെക്കേണ്ടത്. എന്നാലും നമ്മൾ പെട്ടെന്ന് വേകും. കാരണം ഇതിനകത്ത് കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വേകും. അപ്പത്തിന് വേറെ പാത്രമുണ്ട്. അപ്പം ഞാൻ മെഴുക്കുവരട്ടിയൊക്കെ ഇതിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ എണ്ണയിൽ നല്ല വഴന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി എണ്ണ ഒഴിക്കാം. അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ഇത് നമുക്ക് കറിയൊന്നും വേണ്ട. പിന്നെ ഇവിടെ ചമ്മന്തി ഇരിപ്പുണ്ട്, ഞാൻ എടുക്കുന്നില്ല. എനിക്കിങ്ങനെ പച്ചയ്ക്ക് ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ തിന്നാനാണ് ഇഷ്ടം. കുറച്ച് ചമ്മന്തി എടുത്തിട്ട് വരാവേ. നമ്മൾ ചമ്മന്തി എടുത്തിട്ടുണ്ട്, കിഴങ്ങ് മെഴുക്കുവരട്ടി എടുത്തിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ആ ഒരു ഇത് വന്നേ കൂടെ. ചമ്മന്തിയേക്കാളും ടേസ്റ്റ് കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കാണാവേ. ഗൈസ്, അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കണം. 3 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ വ്ളോഗൊക്കെ കണ്ടുകൊണ്ടിരുന്ന്. നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ട്, കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ട്, മുളക് ഞാൻ അരച്ചു, പിന്നെ ബീൻസ് മെഴുക്കുവരട്ടി അതുകൂടെ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കും ഗൈസ്. ഞാൻ ഉണ്ടാക്കുന്നത് പറയല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ചിട്ട് കാണാം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ പ്രേതത്തിൻ്റെ സ്റ്റോറിയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഇരിക്കാൻ പേടി. ഇപ്പോൾ ചേട്ടൻ അപ്പുറത്തോട്ട് പോയി. അപ്പോൾ നമുക്കും അപ്പുറത്ത് വരെ പോയിട്ട് വരാം. ഗൈസ്, അപ്പോൾ വിഷ്ണു ഇത് CV ശരിയാക്കാണ്. അവൻ്റെ ലാപ്പ് പോയി ഗൈസ്. അതുകൊണ്ട് ഇപ്പം അച്ഛൻ്റെ ലാപ്പിലാണ് CV ശരിയാക്കുന്നത്. അത് കിട്ടിയില്ല, ഒന്നും കൂടെ കിട്ടിയിട്ട് ഗൈസ്. അപ്പം നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു വിളക്കൊന്ന് കഴുകാന്ന്. അപ്പോൾ വിളക്ക് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. കാരണം ഇതാണ് ഗൈസ് വിളക്ക്. ഇത് വലിയൊരു വിളക്കായിരുന്നു ഇവിടെ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ഞാൻ മാറ്റി. കഴുകാനും എടുക്കാനും ഒക്കെ കുറച്ച് പാടാം. ഡെയിലി നമുക്ക് കഴുകാനൊന്നും പറ്റത്തില്ല. പിന്നെ കുഞ്ഞു വിളക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. കുഞ്ഞു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ആ ഫോട്ടോയുടെ താഴെ നിൽക്കുന്ന ഒരു വിളക്ക് കാണണം. അപ്പോൾ വലിയ വിളക്കാകുമ്പോഴത്തേക്കിനും ഫോട്ടോ ഇത്രയേ ഉള്ളൂ, വിളക്ക് ഇത്രയുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കിനും ആ ഫോട്ടോയുടെ താഴെയാണ് ആ വിളക്ക് നിൽക്കുന്നത്. അപ്പം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വിളക്ക് കത്തിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിളക്ക് എടുത്തത്. ഒരു ദിവസം കത്തിച്ചാൽ പെട്ടെന്ന് കരി വരും കേട്ടോ. പിന്നെ കഴുകാൻ എളുപ്പമാണ്, അത് വേറെ സത്യം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വലിയ വിളക്ക്. ഞാൻ ഇന്നലെ കഴുകി വെച്ചേക്കുമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ.
മിനി വിളക്ക്. ഇതാണ് നമ്മുടെ കൃഷ്ണാപ്പി. പിന്നെ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ. ഇത് ഞാൻ ഗുരുവായൂരിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അത്ര ആഗ്രഹിച്ച് മേടിച്ചൊരു ഫോട്ടോയാണ്. ഇത് വിളക്ക് വെക്കുമ്പോൾ കറക്റ്റ് ഇരിക്കും. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞാൽ വലിയ വിളക്ക് വെക്കുന്നതിൻ്റെ എണ്ണ തെറിക്കുന്നതാണ് കേട്ടോ. കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുളിച്ചിട്ട് വന്നിട്ട് വേണം വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നൊന്നും പ്രാർത്ഥിക്കാറില്ല, പ്രാർത്ഥനയെല്ലാം എൻ്റെ മനസ്സിലാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കഞ്ഞി ഇടണം. പിന്നെ ആണെങ്കിൽ കുറച്ച് പാത്രം കഴുകുന്നുണ്ട്. അതൊന്നും പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കറിയൊക്കെ നമ്മൾ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി പോയിട്ട് കുറച്ച് നേരം യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇരുന്ന് കാണണം. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.